ഗസയിൽ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ ഹമാസിന്റെ മുൻകരുതൽ. 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിന് വിട്ടുനൽകി ഹമാസ്. ഇതിന് പകരമായി ഫലസ്തീനി തടവുകാരെ ഇസ്രായേലും ഹമാസിന് കൈമാറി. 5 ആഴ്ചയായി നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടാണ് നടപടി. ഇതോടെ ഗസയിൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്ന ആശങ്കകൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമായി. ബന്ദികളുടെ മൃതദേഹങ്ങൾ ദക്ഷിണ ഗസയിൽ വച്ചാണ് റെഡ് ക്രോസിന് കൈമാറിയത്. അർദ്ധരാത്രിയോടെ കേരാം ഷലോമിലാണ് മൃതദേഹങ്ങൾ കൈമാറിയത്. വെസ്റ്റ് ബാങ്ക് നഗരമായ റാമല്ലയിൽ വെച്ചാണ് ഇസ്രായേൽ ബന്ദികളെ കൈമാറിയത്. റെഡ് ക്രോസ് ആണ് ഇസ്രായേൽ തടവുകാരെ കൈമാറിയത്. 600 തടവുകാരെയാണ് ഇസ്രായേൽ ഇത്തരത്തിൽ വിട്ടു നൽകിയത്. നേരത്തെ തടവുകാരുടെ മോചനം ഇസ്രായേൽ വൈകിപ്പിച്ചത് വെടിനിർത്തൽ കരാറിന്റെ ഭാവിയെ സംബന്ധിച്ച് ആശങ്കയുളവാക്കിയിരുന്നു. ആദ്യഘട്ട വെടിനിർത്തൽ കരാർ സമാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റത്തിൽ പുരോഗതി ഉണ്ടായിരിക്കുന്നത്.